ഇത് നിസാമാബാദ് സിറ്റിയുടെ വിവിധ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. തെലങ്കാന. നിസാമാബാദ്. അങ്ങനെ ഞങ്ങൾ ഹരിദാസ് ജിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇതാണ് ഹരിദാസ് ജി താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ വീടാണിത്. ഇവിടെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമൊക്കെ കാണുന്നുണ്ട്. ഞങ്ങളകത്തേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടുത്തെ ആര്യ സമാജത്തിൻ്റെ പ്രവർത്തകരൊക്കെയാണ് അവരെയൊക്കെ കാണിക്കുന്നത്. നമസ്കാരം. ഇവിടെ വന്ന് എല്ലാം ഒന്ന് കുളിച്ച് വൃത്തിയായി ഇനിയിപ്പോൾ ആശ്രമത്തിലേക്ക് പോകണം. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ആശ്രമത്തിലേക്ക്. അവിടോട്ട് പോകണം. അവിടെയാണ് നാളെ പ്രോഗ്രാം നടക്കുന്നത്. അന്നേരം അതിൻ്റെ ഒരുക്കത്തിലാണ്. ഹരിദാസ് ജി അവിടോട്ട് പോയേക്കുവാണ്. ഇനി അങ്ങോട്ട് പോകണം. അപ്പം വന്ന് ഞങ്ങളൊന്ന് ഫ്രഷായി എല്ലാം ഒന്ന് ഇന്നലെ രാവിലെ 9 മണിക്ക് കയറിയതല്ലേ. അന്നേരം ഇത്രയും നേരവും ട്രെയിനിലിരിക്കുമായിരുന്നു. അതിൻ്റെ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറി ഇനി അങ്ങോട്ട് പോവാണ്. സെറ്റികളൊക്കെ എല്ലാവരൊക്കെ കളിക്കുന്നുണ്ട്. അതൊക്കെ സ്വാമി റെഡിയായി. ആശ്രമത്തിലേക്ക് പോകാനായിട്ട് സ്വാമി എല്ലാം റെഡിയായി നിൽക്കുവാണ്. നമ്മൾ മുമ്പേ അവിടെ ഒരു ക്ഷേത്രം കണ്ടില്ലേ, ഇതിൻ്റെ പേര് മാർക്കണ്ഡേയ ടെമ്പിൾ എന്നാണ്. ഇപ്പം നാളെ നമുക്കത് വൃത്തിയായിട്ട് കാണാം. ഇപ്പോൾ ഈ സൂര്യപ്രകാശം അടിക്കുന്നതുകൊണ്ട് അത് കാണാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നാളെ നമുക്ക് ശരിക്കും അത് കാണാൻ പറ്റും. ഞങ്ങൾ ഇത് ആശ്രമത്തിലേക്ക് പോവാണ്. ആശ്രമത്തിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. നിസാമാബാദിൻ്റെ സിറ്റികളാണ്. സിറ്റികളുടെ പല ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. इधर रहता हूँ। इस तरफ का 1 किलोमीटर। आप इधर ही रहते हैं? 1 किलोमीटर। दो 1800 किलोमीटर रहता, 2000 रहता। हाँ। അങ്ങനെ നമ്മൾ 15 കിലോമീറ്റർ യാത്ര ചെയ്ത് ഒടുവിൽ നമ്മൾ ആശ്രമത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒടുവിൽ നമ്മുടെ ഹരിദാസ് ജിയുടെ അടുക്കലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഹരിദാസ് ജി. നാളെ ഇദ്ദേഹമാണ് ഗൃഹസ്ഥാശ്രമം വെടിഞ്ഞ് വാനപ്രസ്ഥാശ്രമം സ്വീകരിക്കുന്ന ആളാണ് അദ്ദേഹം. ഇത് അദ്ദേഹത്തിൻ്റെ പിതാവ് സ്ഥാപിച്ച ആശ്രമമാണിത്. അദ്ദേഹത്തിൻ്റെ പിതാവ് കഴിഞ്ഞ വർഷം സമാധിയായി. അദ്ദേഹത്തിൻ്റെ സമാധി പീഠമാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ മാതാവ് ഇവിടാണ് താമസിക്കുന്നത്. ആശ്രമത്തിലെത്തിയപ്പം നമുക്ക് ഭക്ഷണം കഴിക്കാനായിട്ട്, നമ്മൾ ഇത്രയും യാത്രയൊക്കെ ചെയ്ത് ക്ഷീണിച്ചു വന്നതല്ലേ, ഭക്ഷണം കഴിക്കാനായിട്ട് അവർ ക്ഷണിച്ചു. ഇപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഇതാണ് ഭക്ഷണം കഴിക്കാൻ പോവാണ്. ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങി. നല്ല ഭക്ഷണമായിരുന്നു. കാരണം നമ്മുടെ കേരളത്തിലെ നമ്മളുണ്ടാക്കുന്ന കറികളൊന്നുമല്ല, അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ടുള്ള കറികളാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. നമ്മൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഈ ആന്ധ്ര തെലുങ്കാന ഭാഗത്തുള്ള
കറികൾ കൂട്ടി ഭക്ഷണം കഴിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് വളരെ വ്യത്യസ്തവും വളരെ രുചികരമായിട്ടുള്ള ഭക്ഷണമായിരുന്നു. കഴിച്ചു. ഇനി ഇവിടെ ഈ ആശ്രമത്തിൻ്റെ ചുറ്റു ഭാഗങ്ങളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. ഇത് യജ്ഞശാലയാണ്. ഇവിടെ യജ്ഞശാലയും താഴെ ധ്യാനിക്കാനുള്ള മുറിയായിട്ടാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുവഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതുവഴി ഇങ്ങനെ താഴോട്ട് ഇറങ്ങാം. ധ്യാനിക്കാനുള്ള മുറിയാണിത്. ഇതുവഴി നമ്മളിങ്ങനെ താഴോട്ട് ഇറങ്ങി ചെന്നാൽ ഇവിടെ ഒരാൾക്കിരുന്ന് സുഖമായിട്ടിരുന്ന് ധ്യാനിക്കാം ഉള്ള സെറ്റ്. നല്ല ശീതളമായിട്ടുള്ള അന്തരീക്ഷമാണ് ഇവിടെ ഉള്ളത്. അദ്ദേഹം आपका जगह कौन सा? आप कहाँ का? ചീരാൾ എന്ന് പറഞ്ഞ സ്ഥലത്തെ ആര്യ സമാജത്തിന്റെ പുരോഹിതനാണ്. നാം ആ ഈ ഹൈദരാബാദിലുള്ള ദേവമുനി വാനപ്രസ്ഥ ആശ്രമം സ്വീകരിച്ച ആളാണ് നേരത്തെ. ആര്യ സമാജം ഹൈദരാബാദ് ആര്യ പ്രതിനിധി സഭയുടെ ആളാണ്. അദ്ദേഹത്തിന്റെ പേര് ദേവമുനി. ഇവിടെ നമ്മൾ കണ്ടു കഴിഞ്ഞ് ഇനി മേളിൽ ഉള്ളിലേക്ക് പോവാണ്. ഇവിടെ എല്ലാം നല്ല സുന്ദരമായിട്ടുള്ള ഒരു സ്ഥലമാണ്. നല്ല സൈലന്റ് പ്ലേസ് ആണ്. ആ കാണുന്നതാണ് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സമാധിയാണ്. അദ്ദേഹം ഇതുപോലെ ഗൃഹസ്ഥനായിരുന്നു. ഗൃഹസ്ഥം കഴിഞ്ഞിട്ട് ബ്രഹ്മചാരി ഈ വാനപ്രസ്ഥം സ്വീകരിച്ചു. വാനപ്രസ്ഥം സ്വീകരിച്ചതിന് ശേഷം നമ്മൾ ആദ്യം കണ്ട വീട്ടിൽ നിന്നും പിന്നെ അവിടെ നിന്നെല്ലാം വിട്ടിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതാവസാനം വരെ ഇവിടെയായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം ജൂൺ 23-ാം തീയതി 2025 ജൂൺ 23-ാം തീയതി അദ്ദേഹം സമാധിയായി. നാളത്തെ പ്രോഗ്രാമിനുള്ള ഒരുക്കങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത്, യജ്ഞശാലയിൽ നടക്കുന്നത്. നാളത്തെ പരിപാടിക്ക് വേണ്ടിയുള്ള ഹോമകുണ്ഡത്തിൻ്റെ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വാമി ഇപ്പോൾ അവിടെ പോയിട്ടുണ്ട്. അതെല്ലാം കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്വാമി അവിടെ പോയി നിന്ന് ഹരിദാസ് ജി അവിടെ ഉണ്ട്. അദ്ദേഹത്തോട്ട് ഇപ്പോൾ കയറിപ്പോയി.